രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കുന്നതാണ് അഭികാമ്യമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും സുപ്രധാനമായ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ചില സംസ്ഥാന സർക്കാരുകളൊക്കെ ഈ CCTVകൾ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന സത്യവാങ്മൂലങ്ങൾ നൽകും. എന്നാൽ പിന്നീട് ഉദ്യോഗസ്ഥർ ഈ CCTVകൾ ഓഫ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് എന്നാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ സാന്നിധ്യമില്ലാത്ത ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകൾ ഈ CCTVകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മെച്ചപ്പെട്ടതെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഏതെങ്കിലും കാരണവശാൽ CCTVകൾ ഓഫ് ചെയ്യുകയോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്താൽ അത് ഫ്ലാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. IITയുടെ സഹായത്തോടു കൂടി ഇത്തരം സേവനങ്ങൾ, ഇത്തരം ഒരു സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് തങ്ങൾ പരിഗണിക്കുന്നതെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. CCTVകളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്വതന്ത്ര ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന കാര്യം, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ സ്വതന്ത്ര ഏജൻസികളുടെ പരിശോധന അനുവദിക്കുന്ന കാര്യവും തങ്ങൾ പരിഗണിക്കുന്നതായും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഇന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും CCTVകളുടെ പ്രവർത്തനം ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനേക്കുള്ള ഒരു സുപ്രധാനമായ ചുവടുവയ്പ്പാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്നാണ് ഇന്നത്തെ ഈ വാദപ്രതിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കോടതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച പുറപ്പെടുവിക്കുന്നതായിരിക്കും.